ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വൈകുന്നേരം 6 മണിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെയാണ്. ഷെസൂൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ആളും പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വൈകുന്നേരം പോകണം. ഇതിപ്പോൾ രാവിലെ 11 മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കിലാണ് കേട്ടോ. ഞാനപ്പം എഗ് ഓംലേറ്റും ബ്രെഡ് ടോസ്റ്റും ആണ് ആക്കാമെന്ന് വിചാരിച്ചത്. ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. കാരണം നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഹെവി ആക്കാനും ഉച്ചക്കത്തേക്ക് ലഞ്ച് ആക്കാൻ പോലുള്ള ടൈമില്ല. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള ഉപ്പ് പോലും നമ്മുടെ വീട്ടിൽ നിന്ന് തീർന്നു പോയി. കാരണം തലേ ദിവസമാണ് ഗ്രോസറീസ് കംപ്ലീറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. അന്ന് ഉപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ മറന്നുപോയി. ഉപ്പില്ലാണ്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് അത് വാങ്ങാൻ വേണ്ടി പോകണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അതെ ബ്രെഡ് ടോസ്റ്റും പിന്നെ ഹോർലിക്സും ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലും ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യമാണ് ഷെസൂൻ്റെ ഒരു കൊറിയർ റിട്ടേൺ കൊടുക്കുന്ന കാര്യം. നമ്മൾ ആദ്യത്തെ 2 തവണ പോയപ്പോഴും കൊടുക്കാൻ പറ്റാതെ തിരിച്ചു പോന്നു. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് കേട്ടോ എൻ്റെ കൊറിയർ കൊടുക്കാൻ വേണ്ടി പോണത്. പക്ഷേ ഈ പോയ പോക്കിലും എൻ്റെ കാര്യം എനിക്ക് നടന്നില്ല കേട്ടോ. കാരണം കൊറിയർ കൊടുക്കാൻ വേണ്ടി പോയ 2 തവണയും പോസ്റ്റ് ഓഫീസ് സ്ട്രൈക്കായിരുന്നു. 3ാമത്തെ തവണ പോയപ്പോൾ അവർ പറഞ്ഞു കൊറിയറിൽ നമ്മൾ തന്നെ പ്രിൻ്റ് ലേബിൾ ചെയ്യണം, ലേബിൾ ചെയ്ത് ഒട്ടിക്കണം എന്നുള്ള കേസ്. അതെനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ 3ാമത്തെ തവണയും അത് കൊടുക്കാൻ പറ്റാതെ ഞാൻ വീണ്ടും തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മെട്രോയിൽ കയറി. കാരണം നമ്മൾ ബർത്ത്ഡേ ഗേളിന് ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ അത് ഇട്ട് കൊടുക്കാനുള്ള കവർ വാങ്ങിക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പം നമുക്ക് പിന്നെ അങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റംസും റാപ്പിംഗ് ഐറ്റംസൊക്കെ കിട്ടുന്നത് എവിടെയാണെന്നൊന്നും എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്സ് എന്നൊക്കെ പറയുന്നത് ഗ്രോസറി സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഈ വക ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുറച്ചും കൂടിയും അറിവുള്ളത് ഡോളറാമയാണ്. പിന്നെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു മാളിൽ നിന്നാണ്. അപ്പോൾ മാളിലേക്ക് ഇനി പോയിട്ട് തിരിച്ചു വരാനുള്ള ടൈമും ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ ഡോളറാമയിൽ പോയിട്ട് ഒരു കവർ വാങ്ങിക്കണം. അങ്ങനെ ഡോളറാമയിലൊക്കെ എത്തി. പിന്നെ എൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ തൂക്കുന്ന കുറച്ച് ഹൂക്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങി, കവറും വാങ്ങി, ഷെസൂന് ആവശ്യമുള്ളത് ഷെസൂവും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീടെത്തിയപ്പോൾ. 6 മണിക്കാണ് നമുക്ക് ഫംഗ്ഷൻ. എന്തായാലും ഒത്തിരി ക്ലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ലോങ് വീഡിയോ ആയി പോയി. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 6 മണിയൊക്കെ ആയിപ്പോയേക്കും നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ. ഷെസു ചെന്നപ്പോൾ തന്നെ അവളുടെ പേര് അയറ എന്നാട്ടോ. അപ്പോൾ അയറാക്കുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ പോണത്. നമ്മളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് അയറാക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുള്ളത് ഷെസൂനായിരുന്നു കേട്ടോ. അങ്ങനെ ഷെസു അയറാക്ക് ചെന്നപ്പോൾ തന്നെ ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ചെന്നപ്പോൾ തന്നെ നമുക്ക് അവൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 3 ഫാമിലീസാണ് ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 പേരും ഞങ്ങളെല്ലാവരും ഒറ്റ സ്ഥലത്തു നിന്ന് തന്നെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വരുന്നത്. നാട്ടിൽ എറണാകുളത്ത് തന്നെ പെരുമ്പാവൂരിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ 3 പേരും വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്ലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലെങ്ത് ഉണ്ടായിരുന്നു. 20 മിനിറ്റ്സ് അടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ. ഞാൻ അതിനകത്ത് ഒരുപാട് കട്ടൊക്കെ ചെയ്തിട്ട് ഇനിയും ഇത് കട്ട് ചെയ്തതിന് ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഞാനൊരു 8 to 9 മിനിറ്റ്സ് വീഡിയോ ആയിട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ വേഗം കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ദിവസം തന്നെ ഞങ്ങളുടെ കുറേ ഗ്രോസറി ഷോപ്പിങ്സ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. കാരണം അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലെങ്തായി പോകും.
പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഒരു Q&A വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഡിലീറ്റ് ആയി പോയ കാര്യം. ഞാനിപ്പോൾ നമ്മൾ നിയറസ്റ്റ് ഒരു 2K ആവാനായിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ്. നമ്മളൊരു 2K ഫാമിലി ആയി മാറാൻ വേണ്ടി പോവാണ്. അപ്പം എന്തായാലും അടുത്തെത്താനായി. 2K ആയി കഴിയുമ്പോൾ ഞാനൊരു അപ്ഡേറ്റഡ് Q&A വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം പറഞ്ഞിട്ട്. അപ്പം ആദ്യമേ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിലും ചോദിക്കാം, ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും ഷുവറായിട്ടും ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ് Q&A വീഡിയോ. അങ്ങനെ നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അവരതിന് മുമ്പായിട്ട് എന്തൊക്കെയോ വീഡിയോ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാം നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉലത്തിയതുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്രൂട്ട് സാലഡിൻ്റെയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല വീഡിയോയിൽ, കാരണം ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും കുറേ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. അങ്ങനെ വീഡിയോ കുറേ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ഈ കളിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 12:30-1 മണിയായപ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സ്പീക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലൂടൂത്തിൻ്റെ ടവർ ടൈപ്പ്. അത് വന്നിട്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നതൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കുമല്ലോ സൗണ്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കക വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ കിടക്കാൻ വേണ്ടി പോവാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ടാറ്റാ.